നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ വാർത്താവേള. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം പ്രധാന വാർത്തകൾ. ബി.ജെ.പിയെ തുരത്താൻ ഏത് സഖ്യത്തിനും തയ്യാറെന്ന് കോൺഗ്രസ്. മൂന്നാം മുന്നണി രൂപീകരിക്കാതെ ഒന്നിക്കണം. ഭിന്നിച്ചുനിന്ന് ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കരുതെന്ന് രാഷ്ട്രീയ പ്രമേയം. ഭരണഘടനാ ഭേദഗതി പാസാക്കി പ്ലീനറി സമ്മേളനം. പ്രവർത്തക സമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ രാഷ്ട്രീയ പോരുമുറുകുന്നു. അനർഹർക്ക് സഹായം ലഭിക്കാൻ ഭരണ പ്രതിപക്ഷ ജനപ്രതിനിധികൾ ഇടപെട്ടതായി ആരോപണം. തട്ടിപ്പിൽ വി.ഡി. സതീശന്റെയും അടൂർ പ്രകാശിന്റെയും പേര് കേൾക്കുന്നുണ്ടെന്ന് എം.വി. ഗോവിന്ദൻ. സർക്കാർ ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ താക്കീത്. ജനങ്ങളുടെ പണം കട്ടെടുക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് പിണറായി വിജയൻ. CPM-ന്റെ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർദ്ദേശം. പങ്കെടുക്കാത്തവർക്ക് അടുത്ത മാസം മുതൽ തൊഴിലുണ്ടാകില്ലെന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ ഭീഷണി. കണ്ണൂർ മയ്യിൽ പഞ്ചായത്ത് അംഗം സുചിത്രയുടെ വാട്സാപ്പ് സന്ദേശം പുറത്ത്. കൃത്യമായിട്ട് നാളെ പണി ലീവാക്കിക്കൊണ്ടാ പോകുന്നത്. അപ്പൊ ആരും ഒഴിഞ്ഞു പോകാണ്ട് മുഴുവൻ ആളും ആ ജാഥയിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാൻ. അപ്പൊ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുമോ, ഞാൻ അവരോട് അതിന്റെ ഉത്തരം ഞാൻ തന്നേക്കാം. അല്ല പരിപാടിക്കൊന്നും പോകാത്ത ആൾക്കാരാണെങ്കിൽ അടുത്ത പണീന്റെ കാര്യം അന്നേരം നമ്മൾ ചിന്തിക്കാം കേട്ടാ. ഒറ്റപ്പെട്ട സംഭവമെന്ന് എം.വി. ഗോവിന്ദൻ. KSRTC-യിൽ നിർബന്ധിത VRS. 50 കഴിഞ്ഞ 7200 ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കി മാനേജ്മെന്റ്. ഒരാൾക്ക് കുറഞ്ഞത് 15 ലക്ഷം രൂപ നൽകാൻ തീരുമാനം. അംഗീകരിക്കാനാകില്ലെന്ന് ഇടത് യൂണിയനുകൾ. പങ്കാളി പെൻഷൻ കുടിശ്ശിക 6 മാസത്തിനകം നൽകണമെന്ന് ഹൈക്കോടതി. കരിപ്പൂർ ദമാം എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്ന സംഭവത്തിൽ പൈലറ്റിന് സസ്പെൻഷൻ. വിമാനത്തിന്റെ ഭാരനിർണയത്തിൽ പൈലറ്റിന് പിഴവ് പറ്റിയെന്ന് കണ്ടെത്തൽ. വിമാനത്തിന് തകരാർ സംഭവിച്ചത് ടേക്ക് ഓഫിനിടെ പിൻഭാഗം റൺവേയിൽ ഉരഞ്ഞതിനെ തുടർന്ന്. വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. ദക്ഷിണാഫ്രിക്കയുടെ ഫൈനൽ പ്രവേശം ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. ICC ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഫൈനലിലെത്തുന്നത് ഇതാദ്യം. മത്സരം നാളെ വൈകിട്ട് 6:30.